ഇപ്പോൾ സമയം 10:24. കസ്കേഡിയനിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ജനസൈഡ് മെമ്മോറിയൽ എന്നല്ലേ? മോണുമെൻറ്റ്, ജനസൈഡ് മോണുമെൻറ്റ്. ക്രോസ് ചെയ്യാൻ സമയം. അപ്പോൾ നമ്മൾ ആ മോണുമെൻറ്റ് കാണാൻ വേണ്ടി പോവാം. കുറേ ഹിസ്റ്ററീസ് ഉണ്ട് അവിടെ, കുറേ ആൾക്കാരുടെ ഗ്രേവ്സും, പിന്നെ എന്തോ അണയാതിരിക്കുന്ന, അതുപോലെ അണയ്ക്കാതിരിക്കുന്ന എന്തോ തീയോ സെറ്റപ്പൊക്കെ ഉണ്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി നോക്കാം. Citerna covered, Armenian word, which means fortress of the swallows, the bird. Okay. So, genocide has museum and also memorial and eternal flame. ഇതാണ് ജനസൈഡ്. ഇവിടെ മ്യൂസിയം ഉണ്ട്, മെമ്മോറിയലുണ്ട്, പിന്നെ ഒരു എറ്റേണൽ ഫ്ലെയിം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ സാധനം. Genocide Memorial opened in 1965 and the museum opened in 1995. But it's dedicated of the event when Ottoman Empire killed 1.5 million Armenians during the First World War. 1.5 million? Yeah. Oh. During the First World War in 1915. Okay. So the first we will see is planted flowers, planted trees. Sorry. Okay, planted trees. Yeah. These planted trees are planted by different celebrities. No, not celebrities, but politician leaders from different countries. Okay. It's a symbol of solidarity from them. ഓക്കെ. ഈ കാണുന്ന മരങ്ങളൊക്കെ ഓരോരോ പൊളിറ്റീഷ്യൻസ്, ഓരോ രാജ്യത്തെ രാജാക്കന്മാരും അവരൊക്കെ വന്നിട്ട് വെച്ച ചെടികളാണ്. അതൊരു ഇതായിട്ട്. All trees are planted by different politicians from different countries, and it's a symbol of solidarity. Because in 1915, Armenian people killed by Ottoman Empire, Turkish people, during the First World War in 1915, and it was a big victim of Armenian people. And later, after 50 years later, the government decided to make genocide memorial in this place. So here we will go just planted trees, and then we will go from this way we will go to the memorial where we have eternal flame. The flame is 24/7, and it's able to see it at night. It's during daytime, also when it's raining or sunny. ഇത് ഫസ്റ്റ് വേൾഡ് വാറിൽ അർമേനിയയിൽ മരിച്ചുപോയ 1.5 മില്യൺ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ പൊളിറ്റീഷ്യൻസും ഒക്കെ വെച്ച് നട്ട മരങ്ങളാണ്. അവർക്ക് വേണ്ട ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ച സാധനങ്ങൾ. ഇനി നമ്മളിവിടെ നിന്ന് കാണാൻ പോകുന്നത് ജനസൈഡിൻ്റെ എറ്റേണൽ ഫ്ലെയിമാണ്. അവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകുന്നതാണ് നമ്മുടെ ഗൈഡ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഇതിന് വേണ്ടിയിട്ട് അതിനെന്താ പറയുക, ഇവരൊക്കെയാണ് ഇവിടെ ചെടികൾ നട്ട് വെച്ച മരങ്ങൾ വെച്ച ആൾക്കാർ. 54 പേരുണ്ടല്ലേ, 54 പേര്. ഷാർജയിലെ രാജാവുണ്ട്, ഫിലിം ഡയറക്ടറൊക്കെ ഉണ്ടല്ലോ, ആരൊക്കെയൊക്കെ ഉണ്ട്. എന്ത് മരം ഇത്, മുള്ളു കണക്കിരിക്കണം. എല്ലാം ഒരേപോലത്തെ മരങ്ങൾ. കണ്ട, അർമേനിയ ഇൻ 1915 വിക്ടിംസ്. 1915 ഇത്രയും പേരെ കൊന്നു മറ്റേ ടർക്കിഷ് എംപയർ. എന്തിനാണ് എന്തോ ഭ്രാന്തന്മാർ. ഇവിടെയൊക്കെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ. ഇതിൻ്റെ താഴത്ത് മ്യൂസിയമാണ്, നമ്മളത് കാണാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ അർമേനിയൻ ആൾക്കാരുടെ ഫോട്ടോസും അന്ന് മരിച്ചുപോയ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്.
പോയി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ എറ്റേണൽ ഫ്ലെയിം ഒന്ന് കാണാം. അപ്പോൾ the people who killed during 2020 when Armenia and Azerbaijan had a war. This is the tombs of the soldiers. 2020 അർമേനിയൻ അസർബൈജാൻ്റെയും വാറിൽ മരിച്ചു പോയ പട്ടാളക്കാരുടെ ശവക്കല്ലറയാണ് നമ്മൾ അവിടെ കാണുന്നത്. And there is a 12 columns. Okay. And these 12 columns symbolize 12 lost provinces of Armenia. ആ കാണുന്ന കോളംസ് 12 കോളംസ് ഉണ്ട്. അത് ഇവിടുന്ന് അർമേനിയയിൽ നിന്ന് നഷ്ടപ്പെട്ട 12 പ്രോവിൻസാണ് അവർ സൂചിപ്പിക്കുന്നത്. ഓക്കെ. And inside of the so what you said about the tower? This is the stela, okay. 24-meter stela, and it symbolizes the rebirth of Armenian people. Okay. Symbolize the rebirth of the Armenian people. So this is the soldiers' tombs. Okay. They were killed in 2020. Yeah. 2020 മരിച്ചുപോയ പട്ടാളക്കാരുടെ ടോംസ് ആണത്. So here is just like several tombs, 1, 2, 3, 4, 5, but after that we will go in one place, and on the road it's able to see very big cemetery of soldiers. I will show you. Okay. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വലിയൊരു സെമിത്തേരി കാണാൻ പറ്റും. അതും ഇതേപോലെ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ സെമിത്തേരിയാണ്. So that cemetery was people who were killed in 1950s, right? Yeah, this is which cemetery? The big one in the road. No, it's also a new cemetery. In 2020 they lost many soldiers, during the war. Okay. അപ്പോൾ അത് 1950s-ലല്ല, 2020 തന്നെയാണ്. അന്ന് മരിച്ചു പോയ പട്ടാളക്കാരുടെ ടോമൊക്കെയാണ് നമ്മളിപ്പോൾ ഇപ്പോഴെല്ലാം പോകാൻ നേരത്ത് കാണാൻ പറ്റും. Another one is cemetery for the heroes, like for the soldiers. Okay. So they were a hero for Yes. Of course. Yeah, heroes. So, as I told you, these are 12. These columns are 12, and it symbolizes the 12 provinces. 12 provinces, lost provinces. And this is eternal flame. And all time you can see flowers around. However, 24th of April is annual commemoration of genocide, and many people come here with many flowers and laying around the flame. Okay. സാഡ് സോങ് ആണല്ലോ. മെമ്മറീസ് ആണ് ഒരുപാട്. പാട്ടും ശ്രദ്ധിച്ചു നോക്കിയേ. ഇതെല്ലാം അന്നത്തെ കാലത്ത് ആൾക്കാരുടെ ഫോട്ടോസാണ്. പഴയ കാലം. ഇതൊക്കെ പഴയ കാലത്ത് പോസ്റ്റ് കാർഡ്സാണ്. ഇതൊക്കെ അന്നത്തെ ഏതൊരു ഫാമിലിയുടെ ഗ്രൂപ്പ് ഫോട്ടോ. ഇതെന്തോ മെഡലാണ് കണ്ടത്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, പക്ഷെ എന്നാലും ഞാൻ എടുക്കും. ഇതൊക്കെ അന്നത്തെ കാലത്ത് ആൾക്കാരുടെ ഫോട്ടോസ് മാത്രം കേട്ടോ. മരിച്ചുപോയവരും ടർക്കിഷ് അവരൊക്കെ സോവിയറ്റ് യൂണിയൻ എല്ലാവരും കൂടെ കൊന്ന ആൾക്കാർ. ഇതെനിക്ക് ഇത് അന്നത്തെ ആൾക്കാരെ ബേരി ചെയ്യുന്ന പടം. 1.5 മില്യൺ പീപ്പിൾസിനാണ്. അതല്ലല്ലോ, ഇത് വേറൊരു സംഭവം. ഇത് the burial of Armenian killed during the Hamidian massacre in the common grave in 1985. The graphic landed December 7, 1985. 1895 ഒരു കോമൺ മാസ്കാറിൽ
കൊല്ലപ്പതി കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അന്നത്തെ ബുക്കാണ്. 1985 പബ്ലിഷ് ചെയ്ത, ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. 1998 അല്ല 19 അല്ല കേട്ടോ, 1895 പബ്ലിഷ് ചെയ്ത ബുക്ക്. 1897 Armenia and its sorrows. Okay. The events in the Turkish Macedonia, the Turkish genocide and the trophy. 3 തലകളാണ് ഒരു ട്രോഫി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 4 തലകൾ. ഇതെല്ലാം അവർക്കൊരു ട്രോഫി പോലെ. ഇതൊക്കെ അന്നത്തെ കാലത്തെ ആൾക്കാരാട്ടോ. ഈ കുറേ പിള്ളേർ, അന്നത്തെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഓക്കെ, അഡാന എവറിൽ പോസ്റ്റ് കാർഡ്സ് ആണെന്ന് തോന്നുന്നു. എല്ലാം സാഡ് മെമ്മറീസാണ് ഇവരുടെ. ഇതൊക്കെ പഴയ കാലത്തെ കുറേ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രൊജക്ടറാട്ടോ. ഇതേ കണ്ടോ? അത്രേ ഉള്ളൂ മ്യൂസിയത്തിലെ കാഴ്ചകൾ. അന്നത്തെ കാലത്ത് ബുക്ക്, ബൈബിളാണോ? എന്താണ്? Memory of the Armenian genocide survivor Vardan Malin. 12 years old Vardan was one of few boys who had survived in deportation camps. He was escaped from the invitation death wearing women's dress. ഇയാൾ ഒരു പോവുകയാണ്. 12 വയസ്സുള്ളൊരു ചെറുക്കനാണ്. അവൻ പെണ്ണിൻ്റെ വേഷം ധരിച്ച് അവിടുത്തെ ഡീപ്പോർട്ടേഷനിൽ നിന്ന് എസ്കേപ്പ് ആയ ഒരാളാണ് ഇത്. ഓക്കെ, 8 വർഷം പഴക്കം, 8 വയസ്സുള്ളൊരു ഓർഫൻ ചെറുക്കൻ. അവൻ്റെ പേര് അറബ്ഖിർ എന്നാണ്. അവൻ ഈ ബൈബിള് കുഴിച്ചിട്ടിട്ട് അവന് ഓരോ സമയം കിട്ടുമ്പോഴൊക്കെ രഹസ്യമായിട്ട് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഈ ബുക്ക് എടുത്തിട്ട്. അതാണ് ഇയാൾ. അന്നത്തെ കാലത്ത് അത് അവർക്ക് അലൗഡ് അല്ലായിരുന്നു. ഇത് അവരുടെ ഇതൊരു ബുള്ളറ്റാട്ടോ. 25 വയസ്സുള്ളൊരു പെണ്ണിൻ്റെ ദേഹത്ത് 1950s ഇവർ വെടിവെച്ചതാണ് ടർക്കിഷ് സോൾജിയേഴ്സ്. ഈ പെണ്ണിൻ്റെ. അപ്പം ഇവർ ആ ബുള്ളറ്റും വെച്ച് 60 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് എൻ്റെ അത് പറയുന്നത്. അവരുടെ മറ്റേ ബ്രസ്റ്റിൻ്റെ അണ്ടറിൽ അവിടെയാണ് ഈ ബുള്ളറ്റ് കൊണ്ടത്. പക്ഷെ അതുവരെ അത് അവിടെ ശരീരത്തിൽ തന്നെ ഇരുന്നു. പക്ഷേ അതും വെച്ചുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ കുഴിച്ചിടാൻ പറ്റില്ല എന്ന് ആദ്യമേ ഒരിത് വന്നപ്പോഴത്തേക്കാണ് അത് റിമൂവ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇതാരും അറിയില്ലായിരുന്നു. ഇതൊക്കെ അന്നത്തെ കാലത്തെ ഫോട്ടോസാണ്. എനിക്ക് വിശപ്പിൻ്റെ ഇതാണ്. ഫുഡൊന്നും ഇല്ലായിരുന്നല്ലോ യുദ്ധ സമയത്ത്. ഭ്രാന്തന്മാർ. എനിക്ക് കോലം കണ്ട ഒരു വക കഴിക്കാതെ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ആസ് എ വിക്ടിം ഓഫ് ദ ജെനോസൈഡ്. അന്നത്തെ വിക്ടിംസാണ് ഇവരൊക്കെ, പാവങ്ങൾ. ഇതൊക്കെ അന്നത്തെ ട്രൈബ്സും അർമേനിയയിലുണ്ടായിരുന്നു. ഇത് അവിടുത്തെ എന്താണ് ബിറ്റ്ലീസ്, the tragedy of Bitlis and the stories on Ambassador Mojanda's story.
അന്നത്തെ കാലത്ത് പിള്ളേരുടെ ഫോട്ടോസ് നോക്കി എന്ത് സെറ്റപ്പ്. ഔ, അന്നത്തെ വിക്ടിംസാണ് ഫസ്റ്റ് വേൾഡ് വാറിലെ. ഇതൊക്കെ എന്തോ മെഡൽസാണ്. Medal of Armenian Near East Relief, the faithful of the unleashed service to the humanity. Donate box of help Armenia orphans, the cry of millions exultantly dying. Donation box. മനസ്സിലായില്ല. The socks knitted by the Beth Morley for her adopted son. സോക്സോ രാവിലെ ഇതൊക്കെ ബുക്സ് കേട്ടോ പണ്ടത്തെ കാലത്ത്. ഇതെന്താണ്? ഓസ്ട്രേലിയൻ റിലീസസ്. ഈ ക്യാമറ അടിപൊളി. ജർമ്മൻ മെയ്ഡ് ക്യാമറ, ലേറ്റ് 19th and early 20th century. 19th 20th നൂറ്റാണ്ടുകളിലെ ക്യാമറയാണ്. അന്നത്തെ ഫിലിമാണെന്ന് തോന്നുന്നു. കൊള്ളാട്ടോ. ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാണ്. ഇത് ആ ചേച്ചിയുടെ കണ്ണാടി. അങ്ങനെ ഐ ഗ്ലാസ് ഫ്രെയിം ബിലോങ് ടു മരിയ ജേക്കബ്, അർമേനിയൻ ജനസൈഡ് മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരുടെ കണ്ണാടി അത്. അവരുപയോഗിച്ച സ്കാർഫ്. ധാരാളം മരിയ ജേക്കബ് വിത്ത് ചിൽഡ്രൻസ് ഓഫ് ദ ബേർഡ് നെസ്റ്റ്. മരിയ ജേക്കബ് ആരായിരിക്കും? ഇവിടെ എവിടെ എഴുതിയിട്ടില്ലല്ലോ. ദ മദർ ഓഫ് ദീസ് ലിറ്റിൽ ബേർഡ്സ് ഇൻ മിസ് മേരി. ഓക്കെ. അന്നത്തെ കാലത്തെ കുട്ടികളെയൊക്കെ ദത്തെടുത്ത് വളർത്തിയ ഒരു ആളായിരുന്നു ഇവർ. മരിയ ജേക്കബ്സൺ. ഓക്കെ, അവരുടെ മെമ്മറീസ് ആട്ടോ. അന്നത്തെ കാലത്ത് നല്ല ആൾക്കാർ. ഇത് അന്നത്തെ കാലത്തെ ഡോക്ടേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആട്ടോ. സിറിഞ്ച്, അർമേനിയൻ ജനോസൈഡ്, ബോട്ടിൽ, മെഡിക്കൽ ടൂൾസ്. അതെ, മെഡിക്കൽ ടൂൾസാണ്. ഇത് അന്നത്തെ ഡോക്ടറാണ്. നോർജൻ ബാങ്ക്. ഇത് അന്നത്തെ കാലത്തെ കറൻസിയും സ്റ്റാമ്പ്സും കോയിൻസൊക്കെയാണ് കേട്ടോ. പഴയ സാധനങ്ങളെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റാണ്. അന്നത്തെ ഏതോ ന്യൂസ് പേപ്പറാണെന്ന് തോന്നുന്നു, അല്ല ബുക്സോ എന്തോ സംതിങ്. മൊക്ക് ബാക്ക് എന്നതിൻ്റെ പേര്. കഴിഞ്ഞു. പുറത്തിറങ്ങാം.